മലയാള റാപ്പ് ഗാനങ്ങൾക്ക് കേരളത്തിൽ പ്രചാരമേറി വരുന്നതേയുള്ളൂ അല്ലേ? ഹനുമാൻ കൈൻഡ് അടക്കമുള്ളവരുടെ ഇടയിലേക്ക് ഒരു കുട്ടിത്താരം കൂടി കയറി വരികയാണ് പാലക്കാട് നിന്ന്. കല്യാണവേദിയിൽ നിന്ന് പാടിയ റാപ്പ് ഗാനം വൈറലായതോടുകൂടി സമൂഹ മാധ്യമങ്ങളിലെ താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആദിദേവ്. പാലക്കാട് വാടാനംകുറിശി സ്വദേശിയായ ഷാജി അനിത ദമ്പതികളുടെ മകനായ ആദിദേവാണ് ഈ റാപ്പ് പാടി നാട്ടിലെ താരമായത്. കാണാം. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പേര് ആദിദേവ് സി. ഞാൻ 5 ബിയിലാണ് പഠിക്കുന്നത്. എൻ്റെ പാലക്കാട് വാടനംകുറിശിയിലാണ് എൻ്റെ വീട്. എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് റാപ്പ് പാടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം വേടനെയാണ്. വേടൻ്റെ ഒരുവിധം എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉറങ്ങട്ടെ എന്നുള്ള പാട്ടാണ്. തിരുമാലിയുടെ പച്ചപരിഷ്കാരി മലയാളിയാണ് എനിക്കിഷ്ടം. ഫെജോയും എനിക്കിഷ്ടമാണ്. അതായത് പാട്ട് പഠിക്കാനോ അല്ലാതെ വേറൊന്നിനും പറഞ്ഞു വിട്ടിരുന്നില്ല. കല്യാണത്തിൻ്റെ അന്നാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും. വീട്ടിൽ നമ്മളിങ്ങനെ ഡെയിലി നടക്കും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ റാപ്പ് സോങ് നല്ലോണം പാടുമായിരുന്നു. ഫങ്ഷനായിട്ട് പാടുന്നത് കല്യാണത്തിന് തലേദിവസമാണ് പാടുന്നത്. ഞാൻ വല്യച്ഛനോട് വല്യച്ഛൻ്റെ വീട്ടിൽ ഇത് പാടട്ടെ എന്നൊന്ന് ചോദിക്കണം. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആ എടാ ഈ പാടിക്കോ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ നമ്മുടെ ആദിദേവിനെ? എന്നാൽ നാട്ടിലെ താരമാണെങ്കിലും ഒരു കുഞ്ഞു വിഷമം ഇവർക്കുണ്ട്. എനിക്കിപ്പോൾ 10 വയസ്സായി. അപ്പോൾ ഡോക്ടർ 5 വയസ്സിൻ്റെ വലിപ്പമുള്ളൂ, പിന്നെ 30ൻ്റെ മേലെ വേണം വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് 15ആണ് എൻ്റെ വെയിറ്റ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ 5 വർഷം. വളർച്ചാ പ്രശ്നം പരിഹരിക്കാൻ 5 വർഷം തുടർച്ചയായി ഹോർമോൺ ചികിത്സ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 500 രൂപയാണ് ഒരു ദിവസത്തെ മരുന്നിന്റെ വില. സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ആദിയുടെ സ്വപ്നം പോലെ എല്ലാം നടക്കട്ടെ. ക്യാമറാമാൻ രമേശ് രാമനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്. മോനെ ആദിക്കുട്ട, അടിപൊളിയാണ്, സൂപ്പറാണ്, ഭയങ്കര രസമുണ്ട് എല്ലാം കാണാനൊക്കെ. അപ്പം മോൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. കഷ്ടതയൊക്കെ സർക്കാർ നമുക്ക് എന്താണെങ്കിലും ഈ വാർത്ത നമ്മുടെ മലയാളികളൊക്കെ കാണുന്നതാണല്ലോ. കുടുംബത്തെ സഹായിക്കാൻ, സന്നദ്ധ സഹായം നൽകാൻ കരുണയുള്ള ഹൃദയമുള്ള ആളുകൾ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.